നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു. ബ്ലഡ് വരാതെയും വേദനയില്ലാതെയും ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ സാധിക്കുമോ? ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ദർ ഈസ് ഓൾവേസ് സം സോർട്ട് ഓഫ് ബ്ലഡ് ഇൻവോൾവ്മെൻറ്റ്. ഇതിനെന്താണ് പരിഹാരം? അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ലേസർ തെറാപ്പി. സ്കിൻ ഡിസീസസിനായാലും മെഡിക്കലിലെ മറ്റ് മേഖലകളിലായാലും വളരെ മികവുറ്റ രീതിയിൽ ചെയ്തു വരുന്ന പ്രൊസീജിയേഴ്സാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്സ്. ഡെൻ്റലിൽ എന്താണ് ഈ ലേസറിൻ്റെ റോൾ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഡെൻ്റൽ സർജറി ഉൾപ്പെടെ കുറേ അധികം പ്രൊസീജിയേഴ്സ് നമുക്ക് ലേസേഴ്സ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു. ലേസേഴ്സ് എന്നാൽ എന്താണ്, റേഡിയേഷൻ ഉണ്ടാവുമോ എന്നുള്ളത് സ്ഥിരമായിട്ട് പേഷ്യൻസിനുള്ള ഒരു സംശയമാണ്. ലേസർ മീൻസ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. പക്ഷേ അതൊരിക്കലും ഒരു റേഡിയേഷൻ അല്ല. ലൈറ്റ് അഥവാ പ്രകാശരശ്മികൾ ഒരു പ്രത്യേക വേവ് ലെങ്ത്തിൽ ഫോക്കസ് ചെയ്തിട്ട് നൈഫായിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ലേസർ തട്ടുന്ന പ്രതലം എങ്ങനത്തെ രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിസ് വരുന്നത്. ഓരോ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടും സ്പെഷ്യലിസ്റ്റ് ആവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്ത് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസിഷൻ, അബ്ലേഷൻ, ബയോസ്റ്റിമുലേഷൻ, അങ്ങനെ എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് യൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ലേസേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് തന്നെ ബ്ലീഡിങ് കുറവാണ് എന്നുള്ളതാണ്. ലേസേഴ്സ് വെച്ചിട്ട് പ്രൊസീജിയർ ചെയ്യുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ബ്ലീഡിങ്ങേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സ്റ്റിച്ച് ഇടേണ്ട ആവശ്യവും വരുന്നില്ല. പിന്നെ പെയിൻലെസ് ആണ്, അതായത് തരിപ്പിക്കൽ തന്നെ ചെറുതായിട്ട് സ്പ്രേ അടിച്ചിട്ടോ ജെൽ അപ്ലൈ ചെയ്തിട്ടോ തരിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് തരിപ്പിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും പ്രൊസീജിയർ ചെയ്യുമ്പോൾ. ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ കുറച്ച് നല്ല കൺവീനിയൻ്റ് ആണ്. ഒത്തിരി സ്വെല്ലിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പേഷ്യൻസിന് മാനേജ് ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. ഡെൻ്റലിൽ തന്നെ പല മൈനർ സർജറീസും അല്ലാത്ത ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് വളരെ മികവുറ്റ രീതിയിൽ ലേസേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഫ്രീനെക്ടമി, അതായത് പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുത്തുന്ന ദശ കട്ട് ചെയ്യുക. അതുപോലെ നാക്ക് പല്ലുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഈ ദശ പ്രശ്നം ഉണ്ടാകും. ചിലപ്പോൾ നാക്ക് പുറത്തേക്ക് ഇടാനുള്ള ബുദ്ധിമുട്ട്, ടങ് ടൈ എന്ന് പറയും. അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ലേസറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് മോണയുടെ കളറ് മാറ്റുക, ഡീപ് പിഗ്മെൻറ്റേഷൻ, പല്ലിൻ്റെ കളറിൽ മാറ്റം വരുത്തുക, ലേസർ ടീത്ത് വൈറ്റനിങ്, അതൊക്കെ ലേസേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട്സ് ആണ് എപ്പോഴും വരാറുള്ളത്. വായിലുണ്ടാകുന്ന ചെറിയ ചെറിയ ലീഷൻസിൽ ബയോപ്സി ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് ടങ് പോലെ ബ്ലീഡിങ് അധികം വരാൻ സാധ്യതയുള്ള സൈറ്റ്സിൽ ഒക്കെ ലേസേഴ്സാണ് നല്ലത്. പിന്നെ നമുക്ക് വായിൽ ചിലപ്പം വെള്ളപ്പാണ്ടുണ്ടാവും. ഈ ബിനൈൻ ആയിട്ടുള്ള ലീഷൻസ് ആണ്, അതിനൊക്കെ നമുക്ക് ലേസർ വെച്ചിട്ട് അബ്ലേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വായിലുണ്ടാവുന്ന അൾസേഴ്സ്, സ്ട്രെസ് അൾസേഴ്സ് അല്ലെങ്കിൽ ആഫ്തസ് അൾസേഴ്സ്, അതൊക്കെ ലേസേഴ്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ താടിയെല്ലിൻ്റെ ജോയിന് ഉണ്ടാവുന്ന പെയിന്, മുഖത്തും വായ്ക്കകത്തും ഉണ്ടാകുന്ന ഓറോഫേഷ്യൽ പെയിൻ, അങ്ങനെ പലതരം പെയിനിനുള്ള മാനേജ്മെൻറ്റും ലേസേഴ്സ് വെച്ചിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ചിലപ്പോൾ സ്മൈൽ കറക്ഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മോണ കട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ ക്രൗൺസ് ഒക്കെ പ്ലേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മോണ കട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ മോണ തടിപ്പുണ്ടെങ്കിലും കട്ട് ചെയ്യുക. അതൊക്കെ ജിഞ്ചിവെക്ടമി, ക്രൗൺ ലെങ്തനിങ് എന്നൊക്കെ പറയുന്ന മൈനറായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സാണ്. അതൊക്കെ നമുക്ക് ലേസേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മോണരോഗത്തിന് ലേസർ വെച്ചിട്ട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഈ ഫ്ലാപ്പ് സർജറി ആവശ്യമില്ലാത്ത ചില മോണരോഗം, അതായത് മോണരോഗം അത്ര സിവിയർ ആയിട്ടില്ല, നമുക്ക് ഫ്ലാപ്പ് സർജറിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, എന്നാൽ ജസ്റ്റ് സാധാരണ ക്ലീനിങ് കൊണ്ട് മാറില്ല എന്നുള്ള ഒരു കേസസിലൊക്കെ ലേസേഴ്സ് വെച്ചിട്ട് പോക്കറ്റ് തെറാപ്പി ചെയ്യാൻ പറ്റും. അത് നല്ല ഔട്ട്കം ആണ് അതിനെല്ലാം. പേഷ്യൻസിന് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. നമുക്ക് ഫ്ലാപ്പൊക്കെ ചെയ്യുമ്പോൾ 4 സിറ്റിങ്ങിലൊക്കെ ചെയ്യുന്നത് ലേസേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു സിറ്റിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ലേസറിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത് ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരാണ്. അതുപോലത്തെ മെഡിക്കൽ ഇഷ്യൂസ് ഉള്ള കേസസിൽ ലേസേഴ്സ് കുറച്ചും കൂടി പ്രിഫറബിൾ ആണ്. കുറച്ചും കൂടി ബ്ലീഡിംഗ് ഒക്കെ കുറയുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി സേഫും ആണ്, പ്രിഫറബിളും ആണ്. ഈ ലേസേഴ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ എന്നുള്ളതും എല്ലാ പേഷ്യൻസിൻ്റെയും സംശയം തന്നെയാണ്. നമുക്ക് ലേസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിലേക്ക് തട്ടാതിരിക്കാനാണ്. അതിനുള്ള സ്പെഷ്യലായിട്ടുള്ള ഗോഗിൾസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പേഷ്യൻസിനായാലും ചെയ്യുന്ന ഡെൻറ്റിസ്റ്റ് ആയാലും അസിസ്റ്റൻസ് ആയാലും അതൊക്കെ യൂസ് ചെയ്തിട്ട് സേഫായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു ബേണിംഗ് സ്മെല്ല് ഉണ്ടാവും. അതുമാത്രമാണ് ആകെ ലേസേഴ്സ് ചെയ്യുമ്പം ഒരു ഡിസ്കംഫർട്ട് പോലെ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ വലിയ ബുദ്ധിമുട്ടുകളോ ഭയങ്കര സൈഡ് ഇഫക്ട്സ് ഒന്നും ഉള്ള ഒരു പ്രൊസീജിയർ അല്ല ലേസർ ട്രീറ്റ്മെൻറ്റ്. ഇതൊക്കെയാണ് ലേസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ.
ശരിക്കും എന്താണ് ശരിക്കും വായയുടെ കെയറിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി 2 നേരം 2 മിനിറ്റ് ബ്രഷ് ചെയ്യുക, രാത്രിയിലൊന്ന് ഫ്ലോസിങ് ചെയ്യുക, 6 മാസം കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക, ചെറിയ ചെറിയ കേടുകളൊക്കെ വരുമ്പോൾ അത് ഫില്ല് ചെയ്യുക. അപ്പോൾ പിന്നെ വലിയ വലിയ പ്രൊസീജിയേഴ്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് വായ ഇൻഫെക്ഷൻ ഫ്രീ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ലേസർ എന്താണെന്നും ലേസർ വെച്ചിട്ട് എത്ര ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ചെറിയ രീതിയിലൊരു വിവരണം തരാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം.